വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തെ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 3 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിലെ ഒരു 3 BHK വീട്. നമുക്കിന്ന് ഈ വീടിന്റെ വിശേഷങ്ങൾ അറിയാം. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം സ്പോട്ട് ലൈറ്റുകളും ടെക്സ്ചർ വർക്കും വന്നിട്ടുണ്ട്. ഇവിടെ 3 വീടുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 5.2 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രോജക്റ്റ് വരുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ ഭംഗി നൽകാനായി ടെക്സ്ചർ വർക്കുകളും ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 മീറ്ററിലധികം വിഡ്ത്താണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് ആയി വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ സൗത്ത് സൈഡിലും ഈസ്റ്റ് സൈഡിലും റോഡാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. ഈ വീടിൻ്റെ എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായിട്ടുമാണ് വരുന്നത്. ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 15 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലാണുള്ളത്, അതായത് തെക്ക് വശത്ത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണ്, അതായത് പടിഞ്ഞാറ് സൈഡിൽ. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണ്, അതായത് നോർത്ത് സൈഡിൽ. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് വർക്ക് ഏരിയയുടെ ബേസ്മെന്റ് ആണ്. ഈ ഒരു കോമ്പൗണ്ട് വാളും വർക്ക് ഏരിയയുടെ പ്രൊവിഷനും എല്ലാം ഇനിയും ഫിനിഷ് ആവാനുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്, അതായത് കിഴക്ക് ഭാഗത്ത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ വർക്കുകൾ ഇനി കുറച്ചുകൂടി ഫിനിഷ് ആവാനായിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പില്ലറിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നത്. 7 അടി നീളവും 6 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലും തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം ആഞ്ഞിലിയിലാണ് വന്നിരിക്കുന്നത്. പാനലിംഗ് വർക്കും തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 14.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് വലിയൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിലാണ് ഇവിടെ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഓറിയന്റിന്റെ ഒരു സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിംഗ് സ്പേസിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. TV യൂണിറ്റിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ധാരാളം ഡെക്ക സ്പേസും സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാനലിംഗ് വർക്ക് കാണാം. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് അത്യാവശ്യം ഡെക്ക സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് യൂണിറ്റും വരുന്നുണ്ട്. ഈ ഒരു പോർഷനും കവർ ചെയ്തെടുത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്.
ലിവിങ്ങിൽ നിന്ന് നമ്മൾ പോകുന്നത് വിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകൾ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അതിന്റെ എൻഡിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്രോക്കറി യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിന് ലെഗ്രാൻഡിന്റെ സ്വിച്ചസും വി-ഗാർഡിന്റെ വയേഴ്സുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലുടനീളം ഗ്ലോസി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് കാണാം. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി തന്നെയാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയും ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് വർക്ക് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ഈ 2 വോളിലായി 4 ഡോർ വിൻഡോ നൽകി പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് ഭാഗത്തേക്ക് ലഭിക്കുന്നുണ്ട്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. 7 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും മഹാഗണിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 15 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും മഹാഗണിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് വലിയൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിലും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 12 അടി നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിൽ ഉള്ളത്. മാറ്റ് ആൻഡ് ഗ്ലോസി ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്.
ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു സ്പേസിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീൻ ഉള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 14 അടിയോളം നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയ ഈ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 500 മീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 650 മീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.9 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6.9 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 7.2 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 6.9 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും കലൂരേക്ക് 19 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.